മാപ്പിളകലകളിൽ ഗ്ലാമർ ഇനമായ ഒപ്പന എന്നും കലോത്സവ വേദിയിൽ നിറഞ്ഞ സദസ്സിലാണ് ഉണ്ടാവുക. മണവാട്ടികളെയും തോഴിമാരെയും കാണാൻ സദസ്സ് നിറയുമ്പോൾ ഒപ്പനയ്ക്ക് പറയാനുമുണ്ട് ഒരു കഥ, അണിഞ്ഞൊരുങ്ങലിൻ്റെയും പ്രണയത്തിൻ്റെയും കഥ. ഒപ്പനയെന്നും ഗ്ലാമർ മത്സരമാണ്. പക്ഷേ ആ ഗ്ലാമർ പോരാട്ടത്തിന് തയ്യാറാകാൻ കടമ്പകൾ ഏറെ. ഓരോ മണവാട്ടിയും അണിഞ്ഞൊരുങ്ങി വേദിയിലെത്തുമ്പോൾ ഒപ്പനയ്ക്ക് പറയാനുമുണ്ട് ഒരു കഥ. ഒപ്പന എന്ന് പറയുമ്പോൾ മലബാറിൽ സ്ത്രീകൾ മാത്രം കളിച്ചിരുന്ന ഒരു കലാരൂപമാണ്. ഒരു 10-50 വർഷം മുമ്പ് വീട്ടിൽ ഒരു കല്യാണം പോലുള്ള സംഭവങ്ങളിൽ വീട്ടിൻ്റെ ഉള്ളിൽ കളിക്കുന്ന കലാരൂപമാണ്. പുരുഷന്മാരൊന്നും കാണാത്ത രീതിയിൽ കളിച്ചിരുന്ന ഒരു കലാരൂപമായിരുന്നു ഒപ്പന. അത് 1992 നമ്മുടെ സ്കൂൾ തലത്തിലോട്ട് വന്നത്. എപ്പോഴും മാപ്പിളകലയിൽ ഏറ്റവും ഗ്ലാമർ പോരാട്ടം നടക്കുന്നതെന്ന് പറയുന്നത് ഒപ്പന തന്നെയായിരിക്കും. ഹയർ സെക്കൻഡറി വിഭാഗം ഒപ്പന എപ്പോഴും നല്ല ഫോക്കസ് ഏരിയ ആണ്. ഒരുപാട്, കാരണം വലിയ കുട്ടികളാണ്. നമുക്കറിയാം, കോഴിക്കോട് ജില്ലയിൽ നടന്ന സമയത്ത് തന്നെ ഒരു കുട്ടിയുടെ വള പൊട്ടിയിട്ടുള്ള ഒരു സംഭവങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് കുറേ നെഗറ്റീവ് സംഭവങ്ങളൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് കുട്ടിക്ക് അവിടെ നിർത്തിക്കൂടെ എന്നുള്ളത്. കാരണം ഇവരുടെ ഒരു പ്രാക്ടീസ് എന്ന് പറയുന്നത് അത്രയും ആത്മാർത്ഥമായിട്ടുള്ള ഒരു സംഭവമാണ്. ആദ്യം മുഖ സൗന്ദര്യം, ശേഷം പ്രത്യേകം തയ്യാറാക്കിയ വസ്ത്രധാരണം. മണവാട്ടിക്ക് കളർഫുൾ ഡ്രസ്സ് മസ്റ്റാണ്. പിന്നെ മാട്ടിയും കമ്മലും ആടയാഭരണങ്ങളും അണിയും. തോഴിമാർക്കുമുണ്ട് ഡ്രസ് കോഡ്. തൂവെള്ള നിറത്തിൽ വർണ്ണങ്ങൾ ഇഴുകിച്ചേർന്ന വസ്ത്രം. ആടയാഭരണങ്ങളും മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കലും വേറെ. ഇതെല്ലാം കഴിഞ്ഞ് വേദിയിലേക്ക് പോകും മുൻപ് പരിശീലനം. ഓരോ ചുവടും തെറ്റാതെ വെക്കണം, താളം തെറ്റരുത്. സ്വർണ്ണക്കപ്പാണ് ഇവരുടെ ലക്ഷ്യം. ടെൻഷൻ ഇല്ല, കുഴപ്പമില്ല, അങ്ങനെയൊന്നുമില്ല. ടെൻഷനായി ഫ്രീ ആയി കളിക്കാൻ അത്രയും, അല്ലാതെ വേറെ ടിപ്പൊന്നുമില്ല. ആദ്യമായിട്ടൊക്കെയാണോ ഒപ്പന കളിക്കണേ അതോ? അല്ല, ഇതിനു മുന്നേ കളിച്ചിട്ടുണ്ട്. അതെ, ഗ്ലാമറും പാരമ്പര്യവും ഒത്തൊരുമയുടെ ശീലുകളും താളങ്ങളും ഒന്നിക്കുന്ന മത്സരം. കലോത്സവ വേദികൾ ഉള്ളിടത്തോളം ഒപ്പനയും മണവാട്ടിമാരും ഒരുപാടുണ്ടാകും. അവർക്ക് അകമ്പടിയായി തോഴിമാരും. ടീം ജനം, തിരുവനന്തപുരം.